വെൽക്കം ടു ഫാബി മുക്കം. അപ്പൊ ഞാൻ ഇന്ന് വന്നത് മസ്ലിന്റെ കുറച്ച് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണിക്കാനാണ്. ഇപ്പൊ ഇതിനൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മസ്ലിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. വിത്ത് ലൈനിങ്ങിൽ വരുന്നതുണ്ട്, അതുപോലെ വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നതുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മസ്ലിന്റെ 3 പീസ് സെറ്റ് ആണ് കേട്ടോ. ഭയങ്കര എന്താ പറയാ, നല്ലൊരു കളർഫുൾ ആയിട്ട്, നല്ല കളർഫുൾ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിൽ വരുന്ന കളേഴ്സ് റാണി പിങ്ക്, മസ്റ്റർഡ്, ഗ്രീന്, ഓറഞ്ച്, അങ്ങനെ എല്ലാ കളേഴ്സും കൂടിയിട്ടുള്ള ഒരു സെറ്റ് ആണ്. ഇതിന്റെ സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. സ്ലീവ് കണ്ടോ, സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. അതുപോലെ ടോപ്പിന് ബോഡി കംപ്ലീറ്റ് ലൈനിങ് ആട്ടോ. അതാ ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ക്രേപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തത്. സോഫ്റ്റ് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലും വന്ന ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ ബാക്കിലും വന്നിട്ടുണ്ട്, ഒരു കളർഫുൾ ആയിട്ട് തന്നെ. അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഷാൻഡൂണിൽ വരുന്ന ബോട്ടം. ഇതാണ് ആ ഒരു ചിക്കു ഷെയ്ഡിൽ വരുന്ന ബോട്ടം. ഫുൾ എലാസ്റ്റിക് ആണ്. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മസ്ലിനിൽ തന്നെ വരുന്ന ദുപ്പട്ട. ദുപ്പട്ടന്റെ ലെങ്ത് ഫുൾ ലെങ്ത് ആണ്. വിഡ്ത്ത് കണ്ടോ, ഈ ഒരു വിഡ്ത്ത് ആണ് കേട്ടോ വരിക. ഈ ഒരു വിഡ്ത്ത് മതി നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ദുപ്പട്ടയിലും ആ ഒരു വലിയ ഫ്ലോറൽ പ്രിന്റും ആ ഒരു മൾട്ടി കളേഴ്സും ഒക്കെ ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 2190. അടുത്തത് ഇപ്പൊ കാണിച്ചതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നത്. നേരത്തെ കാണിച്ച ഫ്ലോറൽ പ്രിന്റ്, ആ ഒരു പ്രിന്റിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ്. പ്രിന്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. നെക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചതിലും നെക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങിലാണ്. ബോഡി കംപ്ലീറ്റ് വിത്ത് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് 3/4 സ്ലീവ് വിത്തൗട്ട് ലൈനിങ്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ. അത് സ്ലീവ് സീ ത്രൂ അല്ല, അതുകൊണ്ട് തന്നെ സ്ലീവിന് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. കണ്ടോ, അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബോട്ടം. ഫുൾ എലാസ്റ്റിക് വരുന്ന ഷാൻഡൂൺ ബോട്ടം. കണ്ടോ, നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ വരുന്ന ബോട്ടം. അതുപോലെ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് മസ്ലിൻ തന്നെ വരുന്ന ദുപ്പട്ട. ഈ ഒരു ടോപ്പിൽ വന്ന ആ ഒരു കളർ കോമ്പിനേഷൻ ആണ്. അതില് കണ്ടോ, ഇതാണ് ഫുൾ ലെങ്ത് വരുന്നുണ്ട്. വിഡ്ത്ത് ഈ ഒരു വിഡ്ത്താണ് ദുപ്പട്ടയിൽ വരുന്നത്. നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ ഈ ഒരു വിഡ്ത്ത് മതി. അതുപോലെ ഫ്ലോറൽ പ്രിന്റും ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 2190. അടുത്തത് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിൽ വരുന്ന മസ്ലിനിൽ വരുന്ന 3 പീസ് സെറ്റ് ആണ് കേട്ടോ. ഇതും നെക്ക് വീനെക്കിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നെക്കിന്റെ പോർഷനിൽ വിത്ത് ലൈനിങ്ങിലാണ് ബോഡി വന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. ഈ ഒരു പ്രിന്റഡ് സ്ലീവ് ആണ് കൊടുത്തത്. അതുപോലെ താഴെ ഈ ഒരു പ്ലെയിൻ ടോപ്പില് താഴെ മാത്രമാണ് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തത് കേട്ടോ. ആ ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ മുകളിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. സീക്വൻസ് വർക്കും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പോ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഫ്രണ്ടിൽ വന്ന ആ ഒരു സെയിം പ്രിന്റ് തന്നെ ബാക്കിലും വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങിലാണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ്. ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം യെല്ലോ കളറിൽ വരുന്ന ഷാൻഡൂൺ ബോട്ടം. ഫുൾ എലാസ്റ്റിക് ആണ്. ബോട്ടത്തിന്റെ താഴെ ചെറിയൊരു ഗോൾഡൻ ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദുപ്പട്ട വരുന്നത് മസ്ലിൻ തന്നെ, ഡിസ്കസ് മസ്ലിൻ ആണ് മെറ്റീരിയൽ വരുന്നത്. ഡിസ്കസ് മസ്ലിനിൽ വരുന്ന ദുപ്പട്ട. ദുപ്പട്ടന്റെ ലെങ്ത് ഫുൾ ലെങ്ത്തും അതുപോലെ വിഡ്ത്ത് ഹാഫ് വിഡ്ത്ത് ആണ് കേട്ടോ വരുന്നത്. ദുപ്പട്ടയിലും കണ്ടില്ലേ, ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ സൈസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇതിന്റെ റേറ്റ് വരുന്നത് 2190. അടുത്തത് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സെറ്റ് ആണ് കേട്ടോ. 3 പീസ് സെറ്റ്. നെക്ക് പോർഷനിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. ബോഡി കംപ്ലീറ്റ് വിത്ത് ലൈനിങ്ങും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങും. ഇത് നേരത്തെ കാണിച്ചതിനും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാണ് കേട്ടോ. ഒന്നുകൂടെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. അതുപോലെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ താഴെ പ്രിന്റ് ആണ് കൊടുത്തത് കേട്ടോ. പ്രിന്റ് ആണ് ഉണ്ടോ. അതുപോലെ ഈ ബോഡി കംപ്ലീറ്റ് ചെറിയ സെയിം കളർ തന്നെ പോൾക്ക ഡോട്ടും അതിന്റെ മുകളിൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. നല്ലൊരു ബ്ലൂ ആണ്. ചിലപ്പോൾ വീഡിയോയിൽ ഈ ഒരു കളർ ഒന്നും കൂടെ ബ്രൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടായിരിക്കും തോന്നുക കളർ. അങ്ങനത്തെ ഒരു കളറാണിത്.
അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് ബാക്കിൽ കണ്ടോ ഒരു സ്ക്വയറിൽ ഇങ്ങനെ ചെറിയൊരു ഫ്ലോറൽ ഡിസൈനും ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. ഇതിന്റെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബോട്ടം വരുന്നത് ഇതാ ഷാൻഡൂണിൽ വരുന്ന ഫുൾ അലാസ്റ്റിക് ബോട്ടം. അതുപോലെ ദുപ്പട്ടയിലാണ് മെയിൻ ഹൈലൈറ്റ്. കുറച്ച് വലിയ ഫ്ലോറൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ കൊടുത്തത്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നേരത്തെ കാണിച്ചതൊന്നും സോഫ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ. ഇതാണ് ദുപ്പട്ട. നല്ല ലെങ്ത് ഉണ്ട്. വിടുത്ത് വരുന്നത് ഹാഫ് വിടുത്ത് ആണ്. അതിൽ കംപ്ലീറ്റ് ചിക്കു ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ്. അതുപോലെ റേറ്റ് വരുന്നത് 2190. അടുത്തത് വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. നേവി ബ്ലൂ ഷെയ്ഡിൽ കംപ്ലീറ്റ് ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇതില് ഈ ഒരു നെക്കിന്റെ പോർഷൻ ഇല്ലേ, നെക്കിന്റെ പോർഷനിലാണ് മെയിൻ ഹാൻഡ് വർക്ക് കൊടുത്തത്. ബാക്കി കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റ് മാത്രമാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്. വിത്ത് ലൈനിങ് ആണ് കൊടുത്തത്. വിത്ത് ഇതില് കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തത്. ഈ ഒരു സെറ്റിൽ കോട്ടന്റെ, നല്ല കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തത്. അതുപോലെ സ്ലീവ് 3/4 സ്ലീവ്, പ്രിന്റഡ് സ്ലീവ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിൽ വന്ന സെയിം പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ഒരു ചെറിയൊരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്ന ബോട്ടം. ഇതാണ് ബോട്ടം. ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന ക്ലോത്ത് ആണ് കേട്ടോ ബോട്ടം വരുന്നത്. ഇതിപ്പോ എടുത്തത് ചെറിയ സൈസാണ്, മീഡിയം സൈസ്. ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടില് പ്ലെയിൻ ആക്കിയിട്ടാണ് കൊടുത്തത് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ആ ഒരു സെയിം മസ്ലിൻ മെറ്റീരിയൽ തന്നെ വരുന്ന ദുപ്പട്ട. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിലും കണ്ട 4 സൈഡിലും ടാസൽസും അതുപോലെ ഡിജിറ്റൽ പ്രിന്റും ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ. ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. റേറ്റ് വരുന്നത് 2290. അടുത്തത് സോഫ്റ്റ് മസ്ലിൻ തന്നെ വരുന്ന ഒരു 3 പീസ് സെറ്റ് ആണ്. കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക്. റാണി പിങ്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര കുത്തുന്ന കളറല്ല. അതിലേക്കൊരു ഈ ഒരു ബർഗണ്ടി കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറില്ലേ, ആ ഒരു കളറാണ് വരുന്നത്. നെക്ക് പോർഷനിൽ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തത്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. ഇതില് ലൈനിങ് ഇല്ല, ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നത് കേട്ടോ. അതുപോലെ വിത്തൗട്ട് ലൈനിങ് ആണ്. മസ്ലിന്റെ സെറ്റ് ആണ്. നമുക്ക് വെയർ ചെയ്യാൻ അത്രയും കംഫർട്ട് ആയിരിക്കും കേട്ടോ. ലൈനിങ് കൂടെ അല്ലെങ്കിൽ വെയർ ചെയ്യാൻ അത്രയും കംഫർട്ടാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിലും ആ ഒരു സെയിം പ്രിന്റ്, ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു ഷെയ്ഡിൽ തന്നെ. ഇത് ശരിക്കും ആ ഒരു ബർഗണ്ടി കളർ തന്നെയാണ് കേട്ടോ. റാണി പിങ്ക് എന്ന് പറയാൻ പറ്റൂല, അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള കളർ അല്ല കേട്ടോ. ബോട്ടം വരുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെ വരുന്ന പ്ലെയിൻ ബോട്ടം. ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട. മസ്ലിനില്, വിസ്കസ് മസ്ലിൻ തന്നെ വരുന്ന ദുപ്പട്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. ഇതില് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ്. പക്ഷെ ഇതിപ്പോ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് 40 വരും. 40 എന്ന് പറഞ്ഞാൽ ലാർജിന്റെ സൈസ് വരും കേട്ടോ. അപ്പം ഇത് സാധാരണ നമ്മൾ ഡബിൾ എക്സൽ എടുക്കുന്നവര് ഇത് ഈ ഒരു സെറ്റ് ആണെങ്കിൽ എക്സൽ എടുത്താൽ മതി. ഈ ഒരു പാറ്റേണിൽ മാത്രമാണ് എക്സൽ എടുത്താൽ മതി. അതുപോലെ 3XL എടുക്കുന്നവര് ഡബിൾ എക്സൽ എടുത്താൽ മതി. അപ്പൊ ഇത് 3XL സൈസ് വരെ നിങ്ങൾക്ക് കിട്ടും. കാരണം മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അത് അവൈലബിൾ ആണ്. ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് 46 ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് 1890 1890 ആണ് റേറ്റ് ചെയ്തത്. അടുത്തത് ഇപ്പൊ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ലൊരു ടീൽ ബ്ലൂ, പീകോക്ക് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. പീകോക്ക് ബ്ലൂ, ടീൽ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഇത് വീനെക്കിൽ, നെക്ക് പോർഷനിൽ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ആണ്. സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവും വിത്തൗട്ട് ലൈനിങ് ആണ്. ബോഡി ഒന്നും ലൈനിങ് ഇല്ല, അത് വിത്തൗട്ട് ലൈനിങ്ങിൽ വന്നതാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റ് തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ആ ഒരു പീകോക്ക് കളറിൽ തന്നെ വരുന്ന ബോട്ടം. ഈ ബോട്ടത്തിന്റെ താഴെ ചെറിയ ഫ്രണ്ടിലാണ് കേട്ടോ ഈ ഒരു കട്ടിങ് വരുന്നത്. താഴെ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. അതുപോലെ ദുപ്പട്ട വരുന്നത് ആ സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ട. രണ്ട് സൈഡിലാണ് ഇതിന്റെ ടാസൽസ് പോയത്. നേരത്തെ കാണിച്ചതും അങ്ങനെ തന്നെ. ഈ ഒരു 2 സൈഡിലാണ് ടാസൽസ് വരിക. അതുപോലെ ദുപ്പട്ട കണ്ട കളർ ഉണ്ടല്ലേ, നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ മീഡിയം വരുന്നില്ല, ഇതിൽ ലാർജ് ആണ്. ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. ലാർജ് എന്ന് പറയുമ്പോൾ 42 ആണ് ചെസ്റ്റ് സൈസ് വരിക, അതായത് എക്സലിന്റെ. അതുപോലെ ഡബിൾ എക്സൽ എടുക്കുമ്പോൾ 3XL മെഷർമെന്റ് വരും കേട്ടോ.
അപ്പൊ അത് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് 1890, 1890. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മസ്ലിന്റെ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് ഇപ്പൊ കാണിച്ചത്. അപ്പൊ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. DTDC പോസ്റ്റിൽ അവൈലബിൾ ആണ്, അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മെഷർമെന്റിന്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. താങ്ക് യു.